അനു ജിസേലിനെ പ്രാഗി ഔട്ടാക്കിയോ? ഇന്ന് ലൈവിൽ ഇപ്പോൾ ഒരു ടാസ്ക് നടന്നു, കോഴിക്കള്ളൻ എന്ന് പറഞ്ഞൊരു ടാസ്ക്. പിന്നെ കണ്ടസ്റ്റൻസ് എല്ലാവരും 2 ടീമായി തിരിയുക. അതിനുശേഷം ഒരു സൈഡിൽ കുറച്ച് 5 പേര് കാലിൽ കോഴിയുടെ ഒരു പാവ കെട്ടണം. അതിനകത്തു നിന്നുള്ള സൗണ്ട് വരും, പി സൗണ്ട് വരും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഉള്ളവർ കണ്ണ് കെട്ടിയ ശേഷം ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഈ കക്കാൻ വരുന്ന കോഴികളെ അടിക്കണം. അപ്പോൾ അടി കൊണ്ടു കഴിഞ്ഞാൽ അവർ ഔട്ടാണ്. അതുപോലെ തന്നെ ഒരു മഞ്ഞ ബോക്സിനുള്ളിൽ വെച്ചാണ് കളി നടക്കുന്നത്. ആ മഞ്ഞ വരയ്ക്ക് പുറത്ത് കിടന്നാലും ഔട്ടാണ്. അതാണ് ടാസ്ക്. അപ്പോൾ ഒരു ടീമിൽ അക്ബർ, ഒണിയിൽ, സാബുമാൻ, ആദില ആൻഡ് അനു. എതിർ ടീമിൽ ലക്ഷ്മി, നൂറ, ബിന്നി, ആര്യൻ, പിന്നെ ജിസേൽ. ഇത്രയും പേരാണ്. നിവിനാണ് ഇതിൻ്റെ ഒരു വിധികർത്താവ് എന്ന് പറയുന്നത്. അപ്പോൾ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് അനുവൊക്കെയാണ് കണ്ണ് കെട്ടിക്കൊണ്ട് സംരക്ഷിക്കാൻ നിൽക്കുന്നത്. കോഴികളെ അടിച്ച് നമ്മുടെ സ്വത്ത് സംരക്ഷിക്കേണ്ടത് ടീമിലുണ്ടായിരുന്നത് അനുവൊക്കെയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ അനു പോയിട്ട് ജിസേലിനെയൊക്കെ അടിക്കുമ്പോൾ ജിസേൽ പറയും അനുവിനെ കാണാമായിരുന്നു എന്ന്. ബ്ലൈൻഡ്സ് വെച്ച് കെട്ടി, ഒരു കണ്ണട വെച്ച് അതിന് ശേഷം ബ്ലൈൻഡ്സ് വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. എങ്കിലും അനുവിനെ കാണാമെന്ന് പറഞ്ഞ് ജിസേൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം ഇവരങ്ങോട്ടും ആ ഒരു പാർട്ട് കഴിഞ്ഞു. ലക്ഷ്മി ജയിച്ചു. അതിനുശേഷം ഇത് എക്സ്ചേഞ്ച് ചെയ്യും. അതായത് നേരത്തെ സംരക്ഷിക്കുന്നവരായിരുന്നവർ പിന്നെ കോഴികളാവും. അങ്ങനെ അനു ടീമും കോഴികളായി, ജിസേലിൻ്റെ ടീം സംരക്ഷിക്കുന്നവരായി. അങ്ങനെ ആ സമയത്ത് അനുവിൻ്റെ ടീമിലെ എല്ലാവരെയും ഇവർ ഔട്ടാക്കും. അപ്പോൾ അനു പറയും ജിസേലിനെ കാണാൻ പറ്റുമായിരുന്നു എന്ന് ഇങ്ങനെ ആരോപണം ഉന്നയിക്കും. ആ സമയത്ത് ജിസേൽ പറയും കാണാൻ പറ്റത്തില്ല എന്ന്. അന്നേരം അനു ഒരു ഡയലോഗ് പറയുന്നുണ്ട്, നിനക്ക് കാണാൻ പറ്റുമെന്നെങ്കിൽ നീ ഈ എവിക്ഷനിൽ ഔട്ടാവുന്നു. അതായത് നീ കള്ളമാണ് പറയുന്നതെങ്കിൽ, നിനക്ക് കാണാമായിരുന്നു കണ്ടില്ല, നീ കള്ളമാണ് പറയുന്നതെങ്കിൽ നീ ഈ എവിക്ഷനിൽ ഔട്ടാവുന്നു. അപ്പോൾ ജിസേലും തിരിച്ചു പറയും നിനക്ക് കാണാമെങ്കിൽ നീ എവിക്ഷനിൽ ഔട്ടാവുന്നു. അപ്പോൾ അനു പറയാം ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ എവിക്ഷനിൽ ഔട്ടാവട്ടെ, പക്ഷെ നിനക്ക് കാണാമെങ്കിൽ നീ ഈ എവിക്ഷനിൽ ഔട്ടാവുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സൂചനയൊക്കെ വെച്ച് ജിസേൽ എവിക്ഷനിൽ ഔട്ടായി എന്നാണ് അറിയാൻ പറ്റുന്നത്. ഈ സൺഡേ എപ്പിസോഡിൽ എവിക്ഷനിൽ ജിസേൽ ഔട്ടായി എന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അനു പറഞ്ഞ പോലെ തന്നെ ജിസേൽ ഔട്ടായി എന്നാണ് തോന്നുന്നത്. അനുവിൻ്റെ പ്രാക്കൊക്കെ കുറേ കേൾക്കുന്നുണ്ടല്ലോ. നമ്മൾ തുടക്കം പോലെ അനു പറയുന്ന ഓരോന്നൊക്കെ ചിലതൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അപ്പാനിയുടെയൊക്കെ നോക്കുമ്പോൾ പ്ലാച്ചി വെച്ച് കൂടോത്രം ചെയ്ത് അപ്പാനിനെ അങ്ങ് ഔട്ടാക്കി. അതേപോലെ അനുവിനെ വേദനിപ്പിക്കുമ്പോൾ അനു ഓരോ പ്രാക്കും. അതൊക്കെ ഏകദേശം ഫലിച്ചു വരുന്നുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ ജിസേലിൻ്റെയും കാര്യം എന്ന് തോന്നുന്നു.